നമസ്കാരം. ജ്യോതിഷവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ പറയുന്ന സ്ത്രീകൾ ആരെങ്കിലും നിങ്ങളുടെ അയൽപക്കത്തോ നിങ്ങളുടെ വീട്ടിലോ അതോ നിങ്ങളുടെ ബന്ധുവായിട്ടോ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പറയാൻ പോകുന്ന സ്ത്രീകൾ എല്ലാ ദുഷ്ടപ്രവൃത്തികളും ചെയ്തിട്ട് ചിലർ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോകും. പക്ഷേ അവർ തികഞ്ഞ ഭക്തയോ ഭക്തനോ അല്ല. അവരുടെ ഉള്ളിൽ കൊടിയ വിഷം കൊണ്ട് നടക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരെ കൂടുതലും തലേ ദിവസം മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കുകയും അവർ നശിക്കാൻ എന്ത് വൃത്തികേട് കാണിക്കുകയും ചെയ്തിട്ട് രാവിലെ പതിവ്രത ചമഞ്ഞ് എന്നും ക്ഷേത്ര ദർശനം നടത്താൻ പോകും. ആരെങ്കിലും നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങളുടെ ആരെങ്കിലുമായിട്ടോ ഉണ്ടോ? ഇവരുടെ വിചാരം ഇവർ എന്ത് കാണിച്ചാലും ദൈവം പൊറുക്കുമെന്നാണ്. പക്ഷേ ഒരിക്കലും ഈശ്വരൻ എന്ന ശക്തി പൊറുക്കില്ല. ഇവർ എന്നും ക്ഷേത്ര ദർശനം നടത്തിയിട്ടും ഒരു കാര്യവുമില്ല. ഇവരുടെ പ്രഹസനം മാത്രമാണ്. ഭഗവാന് തന്നെ ഇതൊന്നും ഇഷ്ടപ്പെടുകയുമില്ല. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ വീട്ടിലിരുന്ന് വിളിച്ചാലും ഈശ്വരൻ കേൾക്കും. അയൽപക്കത്ത് ആരെങ്കിലും നല്ലൊരു തുണി ഇട്ടാലോ അല്ലെങ്കിൽ അവർ ഒരു വീട് വെച്ചാലോ ഒന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക്. അപ്പോൾ പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളെല്ലാം കയറി ഇറങ്ങി അയൽക്കാർ മുടിയണമെന്നും പറഞ്ഞു നടക്കും. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ശരീരഘടന ഞാനിവിടെ പറയാം. ഒട്ടിയ കവളും നീണ്ട പല്ലും. ഇവർ എപ്പോഴും മുടി അഴിച്ചിട്ടേ നടക്കൂ. അത് വീട്ടിൽ നിന്നാൽ പോലും അതുപോലെ തന്നെ ചന്ദനക്കുറിയും ഭസ്മവും എല്ലാം നെറ്റിയിൽ ചാർത്തിയേ ഇവർ എപ്പോഴും നടക്കൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർ എപ്പോഴും അയൽപക്കത്തുള്ളവരുടെ നാശം കാണാനും ഏറെ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവർ നിസ്സാരമായ ഒരു പനി വന്നാൽ പോലും അത് കണ്ട് സന്തോഷിക്കുന്നവരാണ് ഇക്കൂട്ടർ. അതുപോലെ ഇവരുടെ ബന്ധുക്കൾ നന്നാവുന്നത് ഇവർക്ക് തീരെ സഹിക്കില്ല. അതുപോലെ തന്നെ ഇവർ വിവാഹം കഴിച്ചു വരുന്ന വീട്ടിൽ അനുജന്മാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇവരുടെ ഭാര്യമാരെ ഇല്ലാതാകാനേ ഇങ്ങനെയുള്ള സ്ത്രീകൾ ശ്രമിക്കുകയുള്ളൂ. ഇതിനൊക്കെ വേണ്ടി ഇവർ രാവിലെ എന്നും ക്ഷേത്ര ദർശനം നടത്തുന്നതും. ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ത്രീകൾ കാരണം നിങ്ങൾക്ക് ദോഷം സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഉള്ളിലിരിപ്പ് തന്നെ ഒരു വീട്ടിൽ ഞാൻ മാത്രം വന്നാൽ മതി, ഇവരങ്ങ് പാഞ്ചാലിയാകാനുള്ള മനസ്സൊക്കെ ഉള്ളവരാണ്. ഇങ്ങനെയുള്ളവരുടെ വിചാരം ഞാൻ എന്ത് ചെയ്താലും എന്നും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ, ദൈവം പൊറുക്കുമെന്നൊക്കെയാണ് ഇവരുടെ വിചാരം. പക്ഷേ ഭഗവാൻ ഇതൊന്നും ഇഷ്ടമാവില്ല. ഭഗവാൻ എന്നും സത്യത്തിനൊപ്പം മാത്രമായി. ഇതിപ്പോൾ പാഞ്ചാലി മോശക്കാരിയാണെന്നല്ല ഇവിടെ പരാമർശിച്ചത്. പാഞ്ചാലി എന്ന് പറയാൻ കാരണം ഇവർ അനുജന്മാരുടെ ഭാര്യയാവാനുള്ള ഒരു ആസക്തിയും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകും. അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.